ഹായ്, വെൽക്കം ടു സ്മാർട്ട് സെറി ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അല്ലെ. രണ്ടാംകൃതി ബഹുപദം എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത് അല്ലെ, ഘടകക്രിയ ചെയ്യുക, അതിനെങ്ങനെ ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫല രൂപത്തിൽ എഴുതാം, പോളിനോമിയൽസിനെ എങ്ങനെയാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ കുറിച്ചാണ്. മാത്രമല്ല അതിനകത്ത് വരുന്ന ഒരു പുതിയ ഭാഗം, അതായത് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഡിസ്ക്രിമിനന്റ്, അതിനെക്കുറിച്ച് അതിന്റെ നേച്ചറിനെ കുറിച്ചും നമ്മൾ കാര്യം പറഞ്ഞതാണ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ എന്തായിരിക്കാം അടുത്ത ബഹുപദം അല്ലെങ്കിൽ അടുത്ത പോളിനോമിയൽ എന്ന് പറയുന്നത് തേർഡ് ഡിഗ്രി പോളിനോമിയലിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണേ. അപ്പൊ തേർഡ് ഡിഗ്രി പോളിനോമിയലിനെ ഹൗ ടു ഫാക്ടറൈസ്, എങ്ങനെ നമുക്ക് അതിനെ ഘടകക്രിയ ചെയ്യാം, മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. കുറച്ച് സ്റ്റെപ്സ് കൂടുതലാണ്, പക്ഷെ എങ്കിലും അത് മനസ്സിലാക്കി ചെയ്താൽ എളുപ്പം അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തേർഡ് ഡിഗ്രി പോളിനോമിയൽ, അപ്പൊ തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്താണ്, അല്ലെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ what is the standard form of third degree polynomial, എന്താണ് ഈ മൂന്നാംകൃതി ബഹുപദത്തിന്റെ രൂപം അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് രൂപം, അതൊക്കെ പറഞ്ഞു തന്നല്ലോ നേരത്തെ. പോളിനോമിയൽസ് പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത്, ഫിഫ്ത്ത് ഡിഗ്രി വരെ നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എഴുതിയതാണ്. അപ്പൊ ആ ഒരു ഫോം എന്ന് പറയുന്നത് തേർഡ് ഡിഗ്രി ഫോം എന്തായിരിക്കും, ഓർമ്മയുണ്ടോ? തേർഡ് ഡിഗ്രി ആകുമ്പോ തുടങ്ങേണ്ടത് ax⁻³ എന്നാണ് അല്ലെ. ax³ പ്ലസ് bx² പ്ലസ് cx+d, ഇതാണ് ഏത് തേർഡ് ഡിഗ്രി പോളിനോമിയൽ. തേർഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ മൂന്നാംകൃതി ബഹുപദം എന്ന് വിളിക്കാം. മൂന്നാംകൃതി ബഹുപദം, തേർഡ് ഡിഗ്രി പോളിനോമിയൽ കേട്ടോ. അപ്പൊ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. x³ അതിന്റെ ഏറ്റവും വലിയ ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ആ പേര് വന്നത് തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന്. അപ്പൊ ഈ തേർഡ് ഡിഗ്രി പോളിനോമിയലിനെ എങ്ങനെയാണ് ഇനി നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. രണ്ട് രീതിയുണ്ട്. അപ്പൊ രണ്ട് രീതിയും നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തേത് ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്ക് അതിന്റെ മെത്തേഡ് മനസ്സിലാക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: x³ പ്ലസ് 3x² മൈനസ് 6x മൈനസ് 18 ഈക്വൽ ടു 0. ഈക്വൽ ടു 0 വെറുതെ എഴുതുന്നതാണ്, ഒരു ഇക്വേഷൻ ആണ്. പോളിനോമിയലും ഇക്വേഷനും ഒക്കെ ഈക്വൽ സൈൻ ഇട്ടിട്ട് 0 ഇട്ടാൽ അതൊരു ഇക്വേഷൻ രൂപത്തിലായി. അത് വെറുതെ കാണിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ. ഒരു മൂന്നാംകൃതി ബഹുപദമാണ് നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത് അല്ലെ. മൂന്നാംകൃതി തന്നെയല്ലേ നോക്കിയേ, കാരണം ഇതിന്റെ ഹയസ്റ്റ് പവർ 3 ആണ്, ഏറ്റവും വലിയ ഡിഗ്രി 3 ആണ്. അപ്പൊ x³ പ്ലസ് 3x² മൈനസ് 6x മൈനസ് 18, ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഘടകങ്ങളാക്കുക? അപ്പൊ ഇതിന് എത്ര ഘടകങ്ങൾ ഉണ്ടാവാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകണമായിരിക്കും? ഇത് നമുക്കറിയാം, ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര ഫാക്ടേഴ്സ് കിട്ടി? 2 ബ്രാക്കറ്റുകൾ കിട്ടി അല്ലെ. x+3 x-2 എന്ന് പറയുന്ന 2 ബ്രാക്കറ്റ്, x-1 ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത കണക്കിൽ x-1 x-1 രണ്ട് ബ്രാക്കറ്റ് ആണ്. അതായത് അത് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോഴാണ് അത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അതിന്റെ സൊല്യൂഷൻ ആയിട്ട്, അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യാം? അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എത്ര ഇതുപോലെയുള്ള ബ്രാക്കറ്റ്സ് ഉണ്ടായിരിക്കും? 3 എണ്ണം ഉണ്ടാവണം അല്ലെ. 3 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം. നോക്കാം നമുക്ക് എങ്ങനെയാ ചെയ്യാന്ന്. ഇതിന്റെ ഒരു രീതി, 1 മെത്തേഡ് ആണ്. ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ആണ് നോക്കാം. ഈ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തന്നിരിക്കുന്ന പോളിനോമിയലിനെ 2 പാർട്ടായിട്ട് തിരിക്കുകയാണ്. 2 പാർട്ടായിട്ട്, ആദ്യത്തെ 2 ഒന്നായിട്ട്, അടുത്ത 2 ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് 4 ടേംസ് ഉണ്ടല്ലോ അതിനകത്ത്. ആദ്യത്തെ 2 എണ്ണം ഒരു പാർട്ടായിട്ടും അടുത്തത് 2 എണ്ണം അടുത്ത പാർട്ടായിട്ടും നമ്മൾ തരം തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ 2 പാർട്ടിനകത്ത് ഫസ്റ്റ് പാർട്ട് ഇത്, സെക്കൻഡ് പാർട്ട് ഇതാണ്. ഇതിനെ ഞാൻ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് വരുന്ന സംഖ്യ പുറത്തേക്ക് എടുക്കുകയാണ്. നോക്കിയേ, x³ 3x², ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് എന്താന്ന് നോക്കിയേ. ഇതിനകത്ത് ഒരു x³ എന്ന് പറയുമ്പോ x into x into x, 3 xകൾ, x⁻³ എന്ന് പറയുമ്പോൾ x into x into x, 3 xകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്. ഇവിടെയാണെങ്കിലോ x² എന്ന് പറയുമ്പോൾ x into x. അപ്പൊ x² എന്ന് പറയുന്നത് അതിനകത്ത് കോമൺ ആണ്. ഏതില്? ഈ ആദ്യം എടുത്തിരിക്കുന്ന 2 ടേംസിൽ x² ഇതിനകത്ത് രണ്ടിലും കോമൺ ആണ്. ഇനി ഇതിനകത്ത് x² എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു x അവിടെ മൾട്ടിപ്ലൈ ചെയ്യാതെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പൊ ഒരു x നമ്മൾ അവിടെ റിമെയിൻ ചെയ്യുന്നത് അവിടെ എടുത്ത് എഴുതാം. പ്ലസ്
ഇവിടെ എക്സ് സ്ക്വയർ ഓൾറെഡി പോകുന്നു. അപ്പൊ ഇനി എന്ത് മാത്രമേ ഉള്ളൂ? അവിടെ 3 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് കിട്ടും. ഏത്? ആദ്യത്തെ രണ്ട് ടേമുകൾ നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്തു, അതിനെ ഒന്ന് ചെറുതാക്കി, അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള എക്സ് സ്ക്വയർ പുറത്തെടുത്തു. എക്സ് സ്ക്വയർ പോന്നു കഴിഞ്ഞാൽ ബാക്കി x⁻³ ഒരു എക്സ് ബാക്കിയുണ്ട്. എക്സ് സ്ക്വയർ പോന്നു കഴിഞ്ഞാൽ 3x സ്ക്വയറിൽ ബാക്കി 3 ഉണ്ട്. എടുത്തെഴുതി. ഇനി അടുത്തത് മൈനസ് അവിടെ കിടക്കട്ടെ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് അതുപോലെ എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. ഐദർ വേരിയബിൾ ഓർ നമ്പർ, സംഖ്യയോ അല്ലെങ്കിൽ വേരിയബിളോ ഏതെങ്കിലും എടുത്താൽ മതി കോമൺ ആയിട്ട് പുറത്തേക്ക്. ഇവിടെ നോക്കുക, സംഖ്യ നമുക്ക് വേരിയബിൾ നമുക്ക് കോമൺ ആയിട്ടില്ല, കാരണം 6ന്റെ കൂടെ മാത്രമേ എക്സ് ഉള്ളൂ. 18 കോൺസ്റ്റന്റ് ടേം ആണ്, അതിനകത്ത് വേരിയബിൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ് എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഏതാ എടുക്കാൻ പറ്റുക? 6 പുറത്തേക്ക് എടുക്കാം. 6 പുറത്തേക്ക് എടുക്കുന്നു. മൈനസ് ഇവിടെയും ഉണ്ടായിരുന്നു, രണ്ടിടത്തുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇങ്ങനെ ആക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. 2 മൈനസ് ഉണ്ട്, അതുകൊണ്ട് മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു. -6 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇതിനകത്ത് എന്താ ഉള്ളത്? ഒരു എക്സ് മാത്രം അവിടെ ബാക്കിയുണ്ട്. അതവിടെ എക്സ് ആയിട്ട് എഴുതുന്നു. ഇനി നമ്മൾ മൈനസ് ഓൾറെഡി പുറത്തേക്ക് എടുത്തു പോയി, അതുകൊണ്ട് തന്നെ അടുത്ത സൈൻ ഇവിടെ എഴുതുമ്പോൾ എന്തേ വരുള്ളൂ? പോസിറ്റീവ് വരുള്ളൂ. കാരണം നെഗറ്റീവ് നമ്മൾ ഓൾറെഡി പുറത്തേക്ക് എടുത്തു, അപ്പൊ പോസിറ്റീവ് ആകണം. ഇനി 6 ഓൾറെഡി പോകുന്നു. 6 × 3 ആണ് 18. അപ്പൊ 3 ആണ് ഇനി അവിടെ ബാക്കി, നമുക്ക് എടുക്കാതെ ബാക്കി നിൽക്കുന്ന അത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 പാർട്ടായിട്ട് തിരിച്ചു. അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് പുറത്തേക്ക് എടുക്കുന്നു, ബാക്കിയുള്ളത് നമ്മൾ ബ്രാക്കറ്റിനകത്ത് ഇടുന്നു. അപ്പൊ ആദ്യത്തേൽ എക്സ് സ്ക്വയർ ആയിരുന്നു കോമൺ വന്നത്, x + 3 ബ്രാക്കറ്റിൽ ഇട്ടു. ഇവിടുത്തെ ഒരു എക്സും ഇവിടുത്തെ ഒരു 3യും മാത്രം. ഇവിടെ നമ്മൾ -6 നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുന്നു, 6ഉം പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എക്സ് മാത്രം. ഇവിടെ 6 × 3 18. അതുകൊണ്ട് 3 ആണ് നമുക്ക് അതിനെ ഘടകമാക്കുമ്പോൾ കിട്ടുക. ഇനി നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് ഈ രണ്ടിൽ നിന്നും കോമൺ ആയിട്ട്, ഈ മൊത്തം പോളിനോമിയിൽ നിന്ന് കോമൺ ആയിട്ട് ഒരു ബ്രാക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, x + 3 എന്ന് പറയുന്നത്. കണ്ടോ? രണ്ടിലും കോമൺ ആയിട്ട് x + 3 ഈസ് എ ഫാക്ടർ. ഇനി ബാക്കി വന്നത് എന്താണ്? x² - 6. അതായത് x² എന്ന് പറയുന്നത് പുറത്തേക്ക് എടുത്തത്, -6 എന്ന് പറയുന്നത് പുറത്തേക്ക് എടുത്തത്. നോക്കിയേ, ഇവിടെ നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന പോളിനോമിയലിനെ ആദ്യം തന്നെ എന്ത് ചെയ്തു? 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്തു. അതിനെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് x + 3 കോമൺ ആയിട്ട് കിട്ടി. അപ്പൊ x + 3 എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫാക്ടർ കിട്ടി. ഈസ് 1 ഫാക്ടർ. ഒരു ഫാക്ടർ കിട്ടി. ഇതേപോലത്തെ ഇനി ഇങ്ങനത്തെ 2 ബ്രാക്കറ്റ് കൂടി നമുക്ക് കിട്ടണം. കാരണം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് ഉത്തരം കിട്ടണ്ടേ. നമുക്ക് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഒന്നാം കൃതി ഒരു ബഹുപദം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലത്തെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതേ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ x² - 6. ഇതിനെ ഒന്നുകൂടി ഫാക്ടറൈസ് ചെയ്താൽ മതി. കണ്ടല്ലോ, ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഒരു ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഒരെണ്ണം നമുക്ക് ഒരു ഒന്നാം കൃതി ബഹുപദം കിട്ടി, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. ഇനി കിടക്കുന്നത് ഇതാണ്. ഇതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഒന്നുകൂടി ഫാക്ടറൈസ് ചെയ്യാം. ഇതെന്ത് ഡിഗ്രി പോളിനോമിയലാ? ഇത് രണ്ടാം കൃതി ബഹുപദം അല്ലേ, സെക്കൻഡ് ഡിഗ്രി. ഇതിനെ നമ്മൾ എങ്ങനെയാ ഫാക്ടറൈസ് ചെയ്തത്? തൊട്ടു മുന്നിൽ ചെയ്തല്ലേ. എങ്ങനെ ഫാക്ടറൈസ് ചെയ്തു? അതെ, നമ്മളുടെ ഇക്വേഷൻ ഉപയോഗിക്കണം. -b ± √b² - 4ac/2a എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ വീണ്ടും എയും ബിയും സിയും ഒക്കെ നിങ്ങൾ എടുത്ത് എഴുതാം. എയുടെ വാല്യൂ x² പവർ ഇതാണ്, കോഎഫിഷ്യന്റ് ആണ് 1. ബിയുടെ വാല്യൂ ഇവിടെ ഇല്ല, ബി എന്ന് പറയുന്ന വാല്യൂ. കാരണം ബി എന്ന് പറയുന്നത് ഒരു എക്സ് ചേർന്ന വേരിയബിൾ ചേർന്ന ഒരു പദമായിരുന്നു, അത് അവിടെ ഇല്ല. ഇനി സിന്റെ വാല്യൂ നമുക്കറിയാം -6 ആണ്. എയും ഉണ്ട്, 6 സിയും ഉണ്ട്. ബി എന്ന് പറയുന്ന വാല്യൂ ഇല്ല. വാല്യൂ ഇല്ലെങ്കിൽ അവിടെ 0 ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. -b എന്ന് പറയുമ്പോൾ -0 ആണ്, ബിയുടെ വാല്യൂ ഇല്ലാത്തത് കൊണ്ട്. ± √b² എന്ന് പറയുമ്പോൾ 0 - 4ac 4 × 1 × സിയുടെ വില -6 ആണ്. അപ്പൊ -6 ഇട്ട് കൊടുക്കാം /2a. 2a എന്ന് പറയുമ്പോൾ 2 × 1 ആണ്. സോൾവ് ചെയ്യാം. 0. അപ്പൊ ഇവിടെ ഇനിയിപ്പോ ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് അതവിടെ നമുക്ക് ആവശ്യമില്ല. ± തുടങ്ങി നമുക്ക് ഇനി ബാക്കി മതി. √0² എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് വരും. 6 × 4 24. 24 ആണ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഇതിന്റെ റൂട്ട് കിട്ടാം. 24 √2 ആണ് അല്ലെ. 24 പെർഫെക്റ്റ് ആയിട്ടുള്ള റൂട്ട് ഇല്ല. നമുക്ക് ഇങ്ങനെ ചെയ്ത് ചെറുതാക്കാം. ഫാക്ടറൈസ് ചെയ്യാം. 2 12 വീണ്ടും 2 6 വീണ്ടും 2 3 അല്ലെ. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ റൂട്ട് എഴുതുമ്പോൾ എടുക്കേണ്ടത് 2 കോമൺ ഒരേപോലത്തെ സംഖ്യയിൽ നിന്നും ഒരു സംഖ്യ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇവിടെ എന്തുണ്ട്? ഇത് രണ്ടും നമുക്ക് പെയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സംഖ്യകളല്ല. അതുകൊണ്ട് അത് റൂട്ടിനകത്ത് തന്നെ നമ്മൾ റൂട്ടിന്റെ ചാപ്റ്റർ ഒക്കെ പഠിച്ചപ്പോൾ എഴുതിയിട്ടുണ്ട്. 6 അങ്ങനെ തന്നെ റൂട്ടിൽ എഴുതുന്നു. ബൈ ± ഉണ്ട്, ± /2. നോക്കിയേ, ഇവിടെ 2 നമുക്ക് വെട്ടിക്കളയാം.
ഇനി നമുക്ക് കിട്ടേണ്ട ആൻസർ +√6 അതുപോലെ തന്നെ ഓർ -√6 കണ്ടല്ലോ. നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഇപ്പൊ നോക്കിയേ, ഇത് +√6 കാരണം പ്ലസ് ഇട്ട് നമ്മൾ √6 ചെയ്യുന്നു, കാരണം 2 വെട്ടിപ്പോയി. പ്ലസ് ഇട്ട് ചെയ്താലും മൈനസ് ഇട്ട് ചെയ്താലും ഈ √2 നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. പക്ഷെ √6 അവിടെ നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ √6 √-6 എന്നുള്ളതൊക്കെയാണ് നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഘടകമായിട്ട് എഴുതുമ്പോ എങ്ങനെ എഴുതണം? പ്ലസ് കിട്ടിയ ആൻസർ x -√6 എന്നും മൈനസ് കിട്ടിയത് x +√6 എന്നും ആദ്യം കിട്ടിയ ഫാക്ടർ x +3 എന്നും. അപ്പൊ നോക്കിയേ, ഇപ്പൊ 3 ഫാക്ടേഴ്സും നമുക്ക് കിട്ടി, 3 ഘടകങ്ങളും കിട്ടിയല്ലോ. ആദ്യത്തേത് നമ്മൾ ചെയ്തപ്പോ തന്നെ നമുക്ക് ഈ 2 ഇതായിട്ട് നമ്മൾ ബ്രാക്കറ്റ് ആയിട്ട് നമ്മൾ 2 ഇതായിട്ട് പാർട്ടായിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്തു. ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? കോമൺ ആയിട്ടുള്ള നമ്പർ പുറത്തേക്ക് എടുക്കുന്നു. അതിനെ വെച്ചിട്ട് വീണ്ടും ഫാക്ടറൈസ് ചെയ്ത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് കിട്ടിയപ്പോൾ അതിന് വീണ്ടും ഫർദർ നമ്മളുടെ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ഫാക്ടറൈസ് ചെയ്തു. നമുക്ക് കിട്ടിയ 2 ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? +√6 -√6 ആണ്. അത് എക്സിന്റെ കൂടെ ചേർത്ത് എഴുതണം, എന്നാലേ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഒന്നാകൃതി ബഹുപദമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ x -√6 പ്ലസ് കിട്ടിയത് മൈനസ് ഇട്ട് എഴുതി, മൈനസ് കിട്ടിയത് പ്ലസ് ഇട്ട് എഴുതി. ഫസ്റ്റ് ഫാക്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി, x +3 ആണ്. കണ്ടല്ലോ. അപ്പൊ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ അതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്തു, അതിന്റെ ഒരു രീതിയാണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പൊ 2 പാർട്ടായിട്ട് എഴുതാം, എന്നിട്ട് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു ഫാക്ടർ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതൊരു സെക്കൻഡ് ഡിഗ്രി ആയിരിക്കുള്ളൂ, ഒരു ഫസ്റ്റ് ഡിഗ്രി ഒരു സെക്കൻഡ് ഡിഗ്രി ആയിട്ടായിരിക്കുള്ളൂ ഫാക്ടേഴ്സ് വരാം. സെക്കൻഡ് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഫർദർ വീണ്ടും നമ്മൾ മറ്റേ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. കിട്ടിയല്ലോ, ഇതൊരു രീതി. നമുക്ക് ഇതിന്റെ മറ്റൊരു രീതി പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. x³ -4x² + 7x + 10. വേറൊരു ക്വസ്റ്റ്യൻ ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഇതും ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് അല്ലെ. ഇതൊരു മൂന്നാംകൃതി ബഹുപദം തന്നെയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് വേറെ രീതിയിൽ എങ്ങനെയാ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് ഇതുപോലെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ ഗുണനഫലമായിട്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പറ്റാം നമുക്കൊന്ന് നോക്കാം. അപ്പോ ഇതിനു വേണ്ടിയിട്ടേ ഇതൊരു ചെക്കിംഗ് രീതി കൂടിയാണ്, ഇതൊരു പരിശോധിക്കുന്ന രീതി കൂടിയാണ്. ഇതിനകത്ത് നിന്ന് നമ്മൾ ഒരു അസംഷനിൽ ഒരു സങ്കല്പത്തില് നമ്മൾ ഏതെങ്കിലും ഒരു ഫാക്ടർ ഒരു സംഖ്യ ഒരു ഘടകമാണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണോ എന്ന് പരിശോധിക്കണമെങ്കിൽ വി ഷുഡ് ഗെറ്റ് ദ ആൻസർ. സൊല്യൂഷൻ നമുക്ക് 0 കിട്ടിയാൽ മാത്രമേ ഘടകമാവുള്ളൂ. 0 കിട്ടണം എന്ന് വെച്ചാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എക്സിന്റെ വാല്യൂ കൊടുത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ അതിന്റെ ഉത്തരം 0 കിട്ടിയാൽ മാത്രമേ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ ഫാക്ടർ ആകുള്ളൂ അല്ലെ. നമ്മൾ സാധാരണ ഘടകങ്ങൾ പരിശോധിക്കാറില്ല. ഈ ഒരു പോളിനോമിയൽ തുടങ്ങിയ നേരം ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ 6 എന്ന് പറയുന്നതിന്റെ ഘടകമാണോ 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. കാരണം എന്താ? 6നെ നമുക്ക് 2 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാം. ദർ ഈസ് നോ റിമൈൻഡർ വെൻ വി ഡിവൈഡ് 6/2. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3ൽ കൃത്യമായിട്ട് പോകും, 0 ശിഷ്ടം വരികയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു പോളിനോമിയൽ ഇതൊരു p(x) എന്ന് പറയുന്ന ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഈ പോളിനോമിയലിനെ വേറൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് കൃത്യമായിട്ട് നിശേഷം ഹരിക്കാൻ സാധിച്ചാൽ എന്താണ് അത്? അതിന്റെ ഫാക്ടർ ആണ് എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ഹരിക്കേണ്ട ആവശ്യമില്ല, ഹരിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചില സംഖ്യകൾ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് എന്താ പറയാ പോസിറ്റീവ് p(1) ഇട്ട് കൊടുത്ത് നമുക്ക് നോക്കാം. ഇതിന്റെ സൊല്യൂഷൻ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ ഇട്ടുണ്ട്. അടുത്ത മെത്തേഡിൽ വേറൊരു മെത്തേഡ് കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ മെത്തേഡിൽ നമുക്ക് അതെങ്ങനെയാ സോൾവ് ചെയ്യാൻ നോക്കാം. നമ്മൾ x³ -4x² -7x + 10. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഏത് വാല്യൂ കൊടുത്താലാണ് അതിന്റെ ആ ഇക്വേഷൻ 0ക്ക് ഈക്വൽ ആക്കാൻ പറ്റുക. 0ന് തുല്യമായാൽ മാത്രമേ ഫാക്ടർ ആകുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ഫസ്റ്റ് p(1) കൊടുക്കാം. 1ന്റെ ക്യൂബ്, x³ means 1³ -4 × 1² -7 × 1 + 10. കണ്ടല്ലോ, x വന്നോടത്തൊക്കെ നമ്മള് 1 കൊടുത്തിട്ടുണ്ട്. x വന്നിരിക്കുന്ന സ്ഥലത്തൊക്കെ 1³ കണ്ടോ, 1² 1 കൊടുത്തു. നമുക്ക് അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 1ന്റെ ക്യൂബ് 1 തന്നെ, -4 × 1² -4 തന്നെ, -7 × 1 -7 + 10. എന്ന് നോക്കിയേ, ഇവിടെ 10ഉം 1ഉം പോസിറ്റീവ് സംഖ്യകളാണ്, 10ഉം 1ഉം പോസിറ്റീവ് സംഖ്യകളാണ്. 10 1 കൂട്ടി 11.
ഇത് നോക്കാം, ഇത് രണ്ടും നെഗറ്റീവ് സംഖ്യകളാണ്. രണ്ട് നെഗറ്റീവ് സംഖ്യ കൂട്ടിയിട്ട് ആ ചിഹ്നം തന്നെ ഇടാൻ. 7 4 11. 11 മൈനസ് 11 തന്നെയാണ് 0. നോക്കിയേ, അപ്പൊ P(1) എന്ന് പറയുന്നത് ഈ x³ മൈനസ് 4x² മൈനസ് 7x പ്ലസ് 10ന്റെ ഫാക്ടർ ആണ്. എന്ന് പറഞ്ഞാൽ P(1) ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം ഏത് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ ചെയ്യണ്ടേ. എപ്പോഴും ഈ P(1) ഇത് ഫാക്ടർ ആയിട്ട് എഴുതുന്നതും P(1) അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഇൻവേഴ്സ് ആയിരിക്കാം. +1 കൊടുത്തത് കൊണ്ട് ഇവിടെ -1. അപ്പൊ നമുക്ക് പറയാം x - 1 ഈസ് 1 ഫാക്ടർ. ഒന്നാമത്തെ ഘടകം നമുക്ക് കിട്ടി. ഏത് ഘടകം? x - 1. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, തന്നിരിക്കുന്ന പോളിനോമിയലിന് ഏത് വില കൊടുത്താലാണ് ഇറ്റ് ബിക്കംസ് 0. അതിനെ ആ ഫാക്ടർ നമുക്ക് ശിഷ്ടം റിമൈൻഡർ കിട്ടാൻ, റിമൈൻഡർ ആണ് ഇപ്പൊ നമുക്ക് ഈ കിട്ടിയേക്കണം. റിമൈൻഡർ എത്ര കിട്ടിയിരിക്കുന്നത്? 0 ശിഷ്ടം നമുക്ക് റിമൈൻഡർ കിട്ടുന്ന രീതിയിൽ അത് ചെയ്യുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. അപ്പൊ P(1) കൊടുക്കുക, P(-1) കൊടുക്കുക. ഇപ്പൊ P(1) കൊടുത്തു, 0 കിട്ടിയില്ല, നെഗറ്റീവ് വേറെ ഏതെങ്കിലും സംഖ്യയാണ് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അടുത്ത സംഖ്യ കൊടുക്കണം, P(-1) കൊടുക്കുക, എന്നിട്ട് 0 കിട്ടുമെന്ന് നോക്കാം. അല്ലെങ്കിൽ P(2) കൊടുക്കാം, P(-2) കൊടുക്കാം. ഏത് വേണമെങ്കിലും കൊടുത്ത് നമുക്ക് ആദ്യത്തെ ഒരു ഫാക്ടർ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് തന്നെ വേണം നമുക്ക് കണ്ടുപിടിക്കാം. അത് രണ്ടാമത്തെ മെത്തേഡാണ്. മറ്റേ മെത്തേഡിൽ ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില നമ്പേഴ്സ് അതുപോലെ നമുക്ക് ഫാക്ടേഴ്സ് പുറത്തേക്ക് കോമൺ വരുന്ന നമ്പർ എടുക്കാനും പറ്റിയില്ലെങ്കിൽ ഈ രീതി തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് x - 1 ഒരു ഫാക്ടർ കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്ത് ഒരു പ്രത്യേകത, ഇതിനകത്ത് ഒറ്റ ഫാക്ടർ ഒറ്റയടിക്ക് കിട്ടുള്ളൂ. മറ്റേതിൽ എന്താണ്? ഒരു ഫാക്ടറും കിട്ടും, പിന്നെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, രണ്ടാംകൃതി ബഹുപദവും കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു രണ്ടാംകൃതി ബഹുപദം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വേണ്ടേ നമുക്ക്? അതുകൊണ്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ, അതായത് x³ മൈനസ് 4x² മൈനസ് 7x പ്ലസ് 10 എന്ന് പറയുന്ന പോളിനോമിയലിനെ നമുക്ക് ഇപ്പൊ കിട്ടിയ x - 1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ കിട്ടിയല്ലോ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് കിട്ടും. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വീണ്ടും നമ്മളുടെ മറ്റേ x = -b ± എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കൊടുത്ത് നമ്മൾ അതിനെ സോൾവ് ചെയ്യണം. അതിന്റെ പരിഹാരം വീണ്ടും അതിനെ ഘടകം ചെയ്യണം, ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് ചെയ്യാം, ബാക്കിയുള്ള അതിന്റെ സ്റ്റെപ്സ് ഒക്കെ എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയത്, ആദ്യം നമ്മൾ ചെക്ക് ചെയ്തു, P(1) ആദ്യത്തെ 1 കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ഭാഗ്യത്തിന് 0 കിട്ടി. അപ്പൊ x - 1 ഫാക്ടർ ആണ് നമുക്ക് കിട്ടി. അപ്പൊ ഒരു ഫാക്ടർ കിട്ടി. ആ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പോളിനോമിയൽ നമുക്ക് അത് വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് ഇനി ഡിവൈഡ് ചെയ്യേണ്ടത്? സംഖ്യകൾ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളൊരു പോളിനോമിയലിനെ മറ്റൊരു പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് പഠിച്ചിട്ടില്ല എങ്കിൽ ഇപ്പൊ പഠിക്കാം. അപ്പൊ നോക്കാം, ഇവിടെ നോക്കാം, ആദ്യത്തെ ടേം നോക്കാം. ഇവിടെ ആദ്യത്തെ ടേം x ആണ്. ഈ അകത്ത് കിടക്കുന്ന വലിയ പോളിനോമിയലിലെ, അതായത് തേർഡ് ഡിഗ്രി പോളിനോമിയലിലെ ആദ്യത്തെ ടേം നോക്കാം, x³ ആണ്. ഈ x-നെ നമുക്ക് x³ ആക്കണമെങ്കിൽ വിച്ച് നമ്പർ ഷുഡ് ബി, അല്ലെങ്കിൽ വിച്ച് വേരിയബിൾ ഷുഡ് ബി മൾട്ടിപ്ലൈ. ഏത് സംഖ്യ കൊണ്ടോ ഏത് വേരിയബിൾ കൊണ്ടോ ഗുണിച്ചാലാണ് നമുക്ക് x-നെ x³ ആക്കാൻ പറ്റുക. x അവിടെ ഉണ്ട്, x² x × x² ആണ് x³ അല്ലെ. അതായത് നോക്കിയേ, x × x അവിടെ ഉണ്ട്, നമുക്ക് x³ കിട്ടണം. അപ്പൊ നമുക്ക് x ഓൾറെഡി ഉണ്ട്, x³ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഒരു സ്ക്വയർ അല്ലേ ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. x × x² ബിക്കംസ് x³. അപ്പൊ നമുക്ക് ഗുണിക്കേണ്ട സംഖ്യ x² ആണ്. അപ്പൊ ആദ്യം തന്നെ ആ x² നമുക്ക് അവിടെ എടുത്ത് എഴുതാം. ആ x² എഴുതി കഴിഞ്ഞാലേ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇവിടെ താഴെ കൊടുന്ന് കുറച്ച് സംഖ്യ എഴുതണമല്ലോ. അതിന് ആ കിട്ടിയ ആൻസറും നമുക്ക് ഹരിക്കേണ്ട സംഖ്യ, അതായത് ഹരിക്കേണ്ടത് ഏതുകൊണ്ടാണ്? x - 1 കൊണ്ടാണ്. ആ x - 1, അതായത് ഓരോ പ്രാവശ്യം നമ്മൾ മുകളിൽ കിട്ടുന്ന സംഖ്യ വെച്ച് ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന സംഖ്യനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ നമുക്കൊന്ന് ഗുണിക്കാം. x² × x x³ മൈനസ് 1 × x², 1 നെഗറ്റീവ് ആണ്, -1 × x² കിട്ടിയില്ലേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇതിന്റെ ചോട്ടിൽ എഴുതാം. ഏതിന്റെ? ഈ കിട്ടിയ ആൻസർ നമുക്ക് കിട്ടിയത് x³ മൈനസ് x² എന്നാണ്. അത് കിട്ടിയത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് എഴുതാം. ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു കാൽക്കുലേഷൻ രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചിരിക്കുക. എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു സൈഡിൽ ഒരു ബോക്സ് വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ ടേം നോക്കി, x³ കിട്ടാൻ എത്ര കൊണ്ട് ഗുണിക്കണമെന്ന് നോക്കി. x² ആണ് ആ കിട്ടിയ ആൻസർ, ഇതിനെ കൊണ്ട് ഗുണിച്ചതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. എന്നിട്ട് ഇവിടെ എഴുതുന്നു. ഇനി കുറയ്ക്കും. ഇതും നമ്മൾ പഠിച്ചു. പോളിനോമിയലിൽ നിന്നും പോളിനോമിയൽ കുറയ്ക്കുമ്പോൾ, ബഹുപദത്തിൽ നിന്ന് ഒരു ബഹുപദം കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടി കിടക്കുന്നതിന്റെ ഒക്കെ ചിഹ്നം വരണം. അതൊക്കെ മറക്കരുത്, അതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരണം. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആകും. ഈ സൈൻ ഓൾറെഡി ഇത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആകും. ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആകും. ഓക്കെ, നെഗറ്റീവ് x³ പോസിറ്റീവ് x³ വലുതിന് ചേർത്ത് കുറച്ച്, വലുതിന്റെ എണ്ണം ദാറ്റ് മീൻസ് 0 ആണ്. അവിടെ പോസിറ്റീവും x³ തന്നെ, നെഗറ്റീവും x³ തന്നെ. അപ്പൊ രണ്ടും ഒരേ സംഖ്യയല്ലേ. ഒരേ സംഖ്യക്ക് പോസിറ്റീവും നെഗറ്റീവും വന്നാൽ അത് 0 ആകും. ഇവിടെ അതുപോലെ തന്നെ ഇതൊരു പോസിറ്റീവും ഇതും നെഗറ്റീവും ആണ്. വലുതിന് ചേർത്ത് കുറയ്ക്കണം. 4x² ന്ന് 1x കുറയ്ക്കണം. അപ്പൊ എത്രയായിട്ടാ?
3x². വലുതിന്റെ ചിഹ്നം മൈനസ് 3x². കിട്ടിയല്ലോ. അടുത്ത ടേം നമ്മൾ ഇറക്കി എഴുതുമല്ലോ, സാധാരണ ഹരിക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. പ്രോസസ്സൊക്കെ അത് തന്നെ, പക്ഷെ ചിന്തിക്കേണ്ടത് ഇവിടെ എക്സ് വേരിയബിൾ ഒക്കെ കിടക്കുന്നത് കൊണ്ട് തെറ്റിക്കരുത്. വീണ്ടും ഇനി അടുത്ത ടേമിലേക്ക് നോക്കാം. ആദ്യം കിടക്കുന്ന സംഖ്യ -x², വെറും എക്സ്. ഇവിടെ ഈ എക്സിനെ -3x² ആക്കണം. അപ്പൊ x²ൽ x² ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ് ഗുണിക്കണമെന്ന് അറിയാം. എക്സ് ഉണ്ട്, x² ആകണമെങ്കിൽ ഒരു എക്സ് ഗുണിക്കണം. പക്ഷെ 3x വേണ്ടേ, അപ്പൊ 3x² വേണമെങ്കിൽ 3യും വേണം അവിടെ. ഇനി മൈനസും വേണ്ടേ, അങ്ങനെയാണെങ്കിൽ മൈനസും വേണം. കണ്ടല്ലോ. അപ്പൊ -3x കൊണ്ട് ഗുണിച്ചാലാണ് ഇത് 3x² ആകുക. അപ്പൊ അതുകൊണ്ട് വീണ്ടും ആ കിട്ടിയ മുകളിൽ കിട്ടിയ സംഖ്യ -3x ആണ്. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ x-1 ഇത് എപ്പോഴും അടുത്തടുത്ത സ്റ്റെപ്പിൽ ഗുണിച്ചു പോകണം. -3x × x -3x², -3x, രണ്ട് മൈനസ് ഉള്ളതുകൊണ്ട് പോസിറ്റീവ്, 3x × 1 3x തന്നെ വരും. കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കൊണ്ടുവന്ന് എഴുതേണ്ടത്. എവിടെ കൊണ്ടുവന്ന് എഴുതണം? ഇതിന്റെ സ്ക്വയറിന്റെ ചോട്ടിൽ തന്നെ എഴുതാം. -3x² + 3x എഴുതിയോ? കണ്ടോ. അപ്പൊ ആദ്യത്തെ കിട്ടുന്ന ഓരോ വിലകളും അതിന്റെ സൈഡിലുള്ളതുകൊണ്ട് ഗുണിച്ച് ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഇവിടെ എഴുതി വെച്ചേക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ താഴെ കൊണ്ടുവന്ന് എഴുതാം. അപ്പൊ കറക്റ്റ് ആ ടേമുകൾ, ലൈക്ക് ടേമുകൾ അടിയിൽ വരുന്ന രീതിയിൽ തന്നെ വന്നോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, ഗുണിക്കാൻ വിട്ടുപോകും. അതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ കിട്ടുന്ന വില അപ്പൊ തന്നെ അതുകൊണ്ട് ഗുണിച്ച് അവിടെ എഴുതുക. അത് അവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് വെറുതെ എഴുതി വെക്കാം. ചിഹ്നം മാറ്റാം. ഇത് പോസിറ്റീവ് ആകും, ഇത് നെഗറ്റീവ് ആകും. ഇത് ഒരേ സംഖ്യ തന്നെ ഇവിടെ 0 ആകും. ഇതും ഒരേ ചിഹ്നമാണ്. സംഖ്യകൾ തമ്മിൽ കൂട്ടി അതേ ചിഹ്നം ഇടുക. അപ്പൊ എന്ത് വരും? -10x. 7 3 10 ആണല്ലോ നെഗറ്റീവ്. ഇനി അടുത്ത സംഖ്യ വീണ്ടും നമുക്ക് അടുത്ത ടേം ഇറക്കി എഴുതാം. 10 + 10 ഇറക്കി എഴുതി. ഇത് നോക്കിയേ, -10x ആണ്. -10x കിട്ടണമെങ്കിൽ എക്സിന്റെ ഒപ്പം എത്ര ഗുണിച്ചാലാണ്? എക്സ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനി എക്സ് എഴുതണ്ട. അപ്പൊ ഏതാ എഴുതേണ്ടത്? -10 എഴുതണം. മുകളില് -10 എഴുതുന്നു. വീണ്ടും നമുക്ക് -10 കൊണ്ട് നമുക്ക് x-1 വീണ്ടും ഗുണിക്കാം. -10x -10x -10 +10 എന്ന് കിട്ടും. കിട്ടിയല്ലോ. അതുകൊണ്ടെന്ന് വീണ്ടും നമുക്ക് ഇവിടെ എഴുതാം. -10x + 10 എന്ന് എഴുതി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ചിഹ്നം മാറ്റുന്നു. ഇത് പോസിറ്റീവ് ആകും, ഇത് നെഗറ്റീവ് ആകും. ഇത് നോക്കിയാൽ പോസിറ്റീവ് നെഗറ്റീവ് ഒരേ സംഖ്യ 0. ശിഷ്ടം 0 വന്നല്ലോ. ഇവിടെയും നെഗറ്റീവും പോസിറ്റീവും ഒരേ സംഖ്യ 0. അപ്പൊ നോക്കിയേ, നമുക്ക് റിമൈൻഡർ 0 ആയിട്ട് കിട്ടി. x-1 ഫാക്ടർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫാക്ടർ ആണ്, കാരണം ഫാക്ടർ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ശിഷ്ടം 0 കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു. അപ്പൊ P(1) നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചത്? ചെക്ക് ചെയ്താണ് കണ്ടുപിടിച്ചത് അല്ലെ. എക്സിന് വില കൊടുത്ത് അത് ചെക്ക് ചെയ്ത് x-1 ഫാക്ടർ ആണ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കൃത്യമായിട്ട് ചെയ്തപ്പോഴും നമുക്ക് ഫാക്ടർ ആയിട്ട് കിട്ടി. ബിക്കോസ് ദ റിമൈൻഡർ ഈസ് 0. 0 ആണ് നമുക്ക് ശിഷ്ടം കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നോക്കാം, നിങ്ങൾക്ക് ഒരു ഫാക്ടർ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നോക്കിയാൽ നമുക്ക് രണ്ടാമത് ഒരു ഫാക്ടർ കിട്ടിയിട്ടുണ്ട്. x² - 3x - 10. നോക്കാം. ഇപ്പോ ഇത് നോക്കിയാ, ഈ മോളിൽ കിടക്കുന്ന സംഖ്യ അതൊരു പോളിനോമിയലാണ്, അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇനി ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വീണ്ടും ഒന്നുകൂടി ഫാക്ടറൈസ് ചെയ്യണം. ഹൗ? എങ്ങനെ? നമ്മളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉപയോഗിക്കാം. ഏത് ഉപയോഗിക്കും? -b ± √b² - 4ac/2a എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. എയുടെ വില, എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ബിയുടെ വില -3 ആണ്, -3, സിയുടെ വില -10 ആണ്. ഇനി അവിടെ കൊടുക്കാം -3, കാരണം നെഗറ്റീവ് ഓൾറെഡി 3ക്ക് ഉണ്ട്, മൈനസ് ഇക്വേഷനിലുള്ളത്, +or - √b² എന്ന് പറയുമ്പോൾ -3² - 4 × 1 × -10/2a എന്ന് പറഞ്ഞാൽ 2 × 1 ചെയ്യാലോ. ബാക്കി ഓക്കെ. ഇനി ഇവിടെ 2 നെഗറ്റീവ് വന്നതുകൊണ്ട് +3 ആകും. +or - √3ന്റെ സ്ക്വയർ 9. 2 നെഗറ്റീവ് ഒരുമിച്ച് വന്നു, അവിടെ പ്ലസ് ആകും. 4 × 10 40/2. നോക്കാം നമുക്ക് ഒന്നുകൂടി. ബാക്കി ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 3 + or - √40 ഉം 9 കൂടി കൂട്ടിയാ 49/2. 49ന് കൃത്യമായ റൂട്ട് ഉണ്ട്. അപ്പൊ 3 പ്ലസ് √49 എത്രയാണ്? 7 അല്ലേ. അപ്പൊ പ്ലസും മൈനസും ഇട്ട് കൊടുത്ത് നമുക്ക് ആൻസർ ചെയ്യണം. 3 + 7/2, അതായത് 10/2 = 5. അതുപോലെ തന്നെ 3 or 3 - 7/2, ദാറ്റ് ഈസ് -4/2, ദാറ്റ് ഈസ് -2. രണ്ട് വ്യത്യസ്ത ആൻസറുകൾ കിട്ടിയല്ലോ. 2 വ്യത്യസ്ത ആൻസറുകൾ കിട്ടാനുള്ള കാരണം b² - 4ac ഉള്ളിൽ നമുക്ക് കിട്ടിയത് ഒരു പോസിറ്റീവ് സംഖ്യയാണ്. 49ന്റെ റൂട്ട് 7. 7ന് വ്യത്യസ്ത പ്ലസും മൈനസും ഇട്ട് കൊടുത്ത് നമുക്ക് ആൻസർ കിട്ടി. രണ്ടും ഒരേ ചിഹ്നം വരുമ്പോൾ കൂട്ടണം. 3 7 കൂട്ടി 10/2, 10ന്റെ പകുതി 5. അവിടെ ഒരെണ്ണം മൈനസ് ഇട്ട് കൊടുത്ത് വലുതും ചെറുത് കുറയ്ക്കണം. -4/2, -2. അപ്പൊ അടുത്ത ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഏതൊക്കെയാണ്? +5 കിട്ടിയപ്പോ x - 5 ഒരു ഫാക്ടർ ആണ്.
-2 കിട്ടിയപ്പോ എക്സ് പ്ലസ് 2 ഫാക്ടർ ആണ്. ആദ്യത്തെ ഫാക്ടർ ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. P(1) കൊടുത്തത് കൊണ്ട് x-1 ഫാക്ടർ ആണെന്ന്. നോക്കിയേ, 3 ഫാക്ടേഴ്സും എഴുതി. 3 തേർഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് 3 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് കിട്ടുക. 3 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു തേർഡ് ഡിഗ്രീനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുക. കിട്ടിയോ? x-5, x+2, x-3. 2 മെത്തേഡിൽ നമ്മളിപ്പോൾ ചെയ്തു. ഒന്നാമത്തെ മെത്തേഡിൽ 2 ആയിട്ട് ഗ്രൂപ്പ് ചെയ്തു, പകുതി ഗ്രൂപ്പ് ചെയ്തു, കോമൺ ആയിട്ടുള്ള സംഖ്യ പുറത്തേക്ക് എടുത്തു, എന്നിട്ട് അതിനെ വീണ്ടും അപ്പൊ 2 ഫാക്ടർ കിട്ടി. ഒരു ഒന്നാംകൃതി, ഒരു ഫസ്റ്റ് ഡിഗ്രിയും ഒരു സെക്കൻഡ് ഡിഗ്രി ആയിട്ട് കിട്ടി. സെക്കൻഡ് ഡിഗ്രീനെ വീണ്ടും നമ്മൾ ഈ ഇക്വേഷൻ കൊടുത്ത് ചെയ്തു. എന്നാൽ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? ചെക്ക് ചെയ്തു. ആദ്യം തന്നെ ഇതിനകത്ത് ഏതാണ് ആദ്യത്തെ ഫാക്ടർ ആയിട്ട് വരാൻ സാധ്യതയുള്ള സംഖ്യ നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു. അത് അസംഷനിലൂടെ P(1) കൊടുത്തു, നെഗറ്റീവ് കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം, until we get the remainder 0 ശിഷ്ടം കിട്ടുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രം. ഭാഗ്യത്തിന് ആദ്യത്തെ P(1) കൊടുത്തപ്പോൾ തന്നെ നമുക്ക് 0 കിട്ടിയത് കൊണ്ട് നമ്മൾ പറഞ്ഞു x-1 is 1 ഫാക്ടർ എന്ന് പറഞ്ഞു. ആ x-1 ഫാക്ടർ കിട്ടിയതിന് ശേഷം അടുത്ത ഫാക്ടർ നമുക്കറിയില്ല, സെക്കൻഡ് ഡിഗ്രി കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഡിഗ്രി കാണാനായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചു. x³ -4x² -7x + 10 x-1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. വീണ്ടും നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ സാധാരണ നമ്മൾ മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ ഇതാണ് തേർഡ് ഡിഗ്രി പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യുന്ന രീതി. ഒന്ന് ചെയ്തു നോക്കാം, മനസ്സിലാക്കുക. അടുത്ത ദിവസം നമുക്ക് ഇത് തന്നെ ഒന്നുകൂടി 1-2 പ്രോബ്ലം കൂടി തേർഡ് ഡിഗ്രീനെ ഫാക്ടറൈസ് ചെയ്യുന്നത് ചെയ്തു നോക്കാം. ഇന്ന് ചെയ്തത് എന്താണെന്ന്, തേർഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് നമ്മൾ അതിനെ പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യുന്ന 2 രീതിയും മനസ്സിലാക്കി പഠിക്കുക. ചെയ്ത് തന്നെ പഠിച്ച് എല്ലാവരും എന്താ പറയുക, ശ്രദ്ധിച്ച് അത് ചെയ്ത് പഠിക്കുക. തരുന്ന ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. ഓക്കെ, ബൈ.